നിങ്ങളായിരുന്നോ? അല്ല, നിങ്ങള് 5 പേരില് ബാക്കി വന്ന 2 പേര് ഇവരാണോ? അതെ, ഞങ്ങൾ തന്നെയാ. സാറിന് ഇവരറിയാമോ? അറിയാവോന്നോ? എടാ, റോസ്മേരി ഹോസ്റ്റലിൽ നിന്ന് വന്ന 5 സുന്ദരികളെന്ന് പറയണ്ടായിരുന്നോ? എങ്കിലും എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ലായിരുന്നോ? ചേട്ടന് ഞങ്ങള് മനസ്സിലായല്ലോ, സന്തോഷം. നമ്മുടെ ഹോസ്റ്റലിലെ തകർന്ന ക്യാമറകളുടെ ഓണറാ ഈ വിനയ്. ഇപ്പോ ആളെ മനസ്സിലായി. അൺനോൺ നമ്പർ. അപ്പൊ അതാണ് നിങ്ങളുടെ പ്രശ്നം. അതെ, ഈ നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ആ നമ്പർ കണ്ടെത്തിയാൽ മാത്രം പോരാ, ആ നമ്പർ ആരുടെ ആണെന്നും കൂടി അറിയണം. അപ്പൊ അതും അറിയണം അല്ലേ? അതെ, അതിനുവേണ്ടിയാ ഞങ്ങള് കാണാൻ വന്നത്. ചേട്ടന് ഈ കാര്യത്തില് ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങള് പല വഴിക്ക് ശ്രമിച്ചിട്ടും നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതെന്താ? അതെന്താണെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. ദാ, ഈ സാധനം നിങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ എടുത്തോണ്ട് വന്നതാ. ഈ ക്യാമറ അടിച്ചു പോയതിന്റെ കാരണം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനിടയിലാ നിങ്ങളുടെ ഈ ഫോണിന്റെ ഈ പ്രശ്നം. അവിടെ എന്തോ കുഴപ്പമുണ്ട്. ഹോസ്റ്റലിലെ ക്യാമറയും ഈ ഫോണും തമ്മിൽ എന്താ ചേട്ടാ ബന്ധം? അതൊക്കെ ഉണ്ട്. ഇതിപ്പം ചേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. പല അനോണിമസ് കോളിന്റെയും ഉറവിടം കണ്ടെത്തിയ ആളാണ് ഞാൻ. അപ്പോ ഈ അൺനോൺ നമ്പറിന്റെ പിന്നിൽ ആരാന്ന് കണ്ടുപിടിക്കാൻ ചേട്ടൻ ഈസി ആയിരിക്കും. പിന്നെ എന്താ പറ്റാതെ? ഞാൻ ശരിയാക്കി തരാം. എന്നൊന്ന് പെട്ടെന്ന് പറഞ്ഞതാ ചേട്ടാ. പക്ഷേ അതിനു മുമ്പ് നിങ്ങളിൽ നിന്നൊരു കാര്യം എനിക്കറിയണം. എന്ത് കാര്യം? നിങ്ങളുടെ ഹോസ്റ്റലിൽ CCTV ക്യാമറ കേടാക്കുന്ന ആരാ? നിങ്ങളാണോ? അയ്യോ, അത് ഞങ്ങളല്ല. സത്യമായിട്ട് ഞങ്ങളല്ല. നിങ്ങളല്ലെങ്കിൽ വേറെ ആരായിരിക്കും അത് കേടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് നേരിട്ടറിയാത്ത കാര്യത്തെപ്പറ്റി ഞങ്ങൾ എങ്ങനെ പറയാനാ? ക്യാമറ കേടാക്കുന്നത് അവിടുത്തെ കുട്ടികളല്ലെങ്കിൽ പിന്നെ ആരാ? അദൃശ്യമായ ഒരു ശക്തി വന്ന് ആ ക്യാമറ കേടാക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കണോ? ചേട്ടാ, ഹോസ്റ്റലിലെ ക്യാമറ അല്ല ഞങ്ങളുടെ പ്രശ്നം. ഈ ഫോണിൽ വന്ന അൺനോൺ നമ്പറാ. ചേട്ടാ, ആദ്യം ഇതിന് പിന്നിൽ ആരാണെന്നൊന്ന് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് ഹോസ്റ്റലിലെ CCTV പറ്റിയോ എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങളുടെ ഹോസ്റ്റലിലെ ക്യാമറക്ക് പ്രശ്നം, അവിടെ താമസിക്കുന്നവരുടെ ഫോണിലും പ്രശ്നം. മൊത്തത്തിലൊരു പ്രശ്നസ്ഥലമാണല്ലോ നിങ്ങളുടെ ആ ഹോസ്റ്റല്. തനിക്ക് വേറെ സിമ്മുണ്ടോ? ഡ്യുവൽ സിമ്മ. എന്നാ പിന്നെ അൺനോൺ നമ്പർ കോൾ വന്ന ആ സിം ഉണ്ടല്ലോ, അതെനിക്ക് തരണം. ഞാൻ ട്രേസ് ചെയ്ത് നോക്കാം. കുറച്ച് കാശ് ചെലവാകുന്ന ഏർപ്പാടാണ് കേട്ടോ. അത് സാരല്ല, ക്യാഷൊക്കെ തരാം. ഓക്കെ. ഇങ്ങനെ വരുന്ന അനോണിമസ് കോൾസുകളൊക്കെ ഫോൺ ഹാക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം. ഈ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ ഞാനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തരാം. ഒരു 3000 റുപ്പീസിന് കാര്യം നടക്കും. 3000 രൂപയോ? അതെ, 3000 രൂപയാണല്ലോ ഈ 3000. ഈ ആപ്പൊക്കെ 199 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതല്ലേ? ആ പൈസക്കും ആപ്പ് കിട്ടും. പക്ഷെ നിങ്ങളുടെ ഫോണിലെ ഡാറ്റകളൊക്കെ നൈജീരിയയിൽ ഇരിക്കുന്നവൻ മൂടോടെ അങ്ങ് തൂക്കിക്കൊണ്ട് പോകും. പക്ഷെ എന്റെ ആപ്പ് അങ്ങനെയല്ല. ഒരിടത്തും ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് തരാം. ഇപ്പൊ വേണ്ട ചേട്ടാ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ചേട്ടാ, ഇപ്പൊ ആപ്പല്ല, ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇതിന്റെ പിന്നിൽ ആളിനെ ഒന്ന് കണ്ടെത്തിത്താ. ശരി, ഞാൻ ശ്രമിച്ചു നോക്കാം. ആ സിം അഴിച്ചു കൊടുത്തിട്ട് പോക്കോ. പിന്നെ ഒരു ബില്ലുണ്ട്, അതൊന്ന് സെറ്റിൽ ചെയ്തേക്ക്. ഒന്ന് വാങ്ങിക്ക്. ശരി സാർ. വാ. ആപ്പ് എടുക്കാൻ പറയുമ്പോ വർത്താനാണല്ലോ പറയുന്നത്. അവസാനം എന്റെ അടുത്ത് തന്നെ വരും, അല്ലാതെ ഇവിടെ പോവാൻ.